ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പെരുന്നാൾ ദിവസം രാവിലെ ഒരു 10 മണിയോടുകൂടി, 10 മണിയല്ല, ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നപ്പോൾ ഒരു 11-12 മണിയായി. എന്നിട്ട് നമ്മൾ നേരെ ഷമീറാക്കയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ എല്ലാ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം വരുന്നുണ്ടായിരുന്നേ. ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഷമീറാക്ക നന്നായിട്ട് ബിരിയാണി വയ്ക്കും. ആ ചേട്ടൻ്റെ ബിരിയാണി ഇല്ലാത്തൊരു പെരുന്നാളുണ്ടോ? വീഡിയോയ്ക്ക് വേണ്ടി പറയല്ല, ആ ചേട്ടൻ്റെ ചിക്കൻ ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടി നേരെ അൽഹസയിലോട്ടാണ് പോയത്. അവിടെ നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളുള്ള ചെറിയൊരു തോട്ടമുണ്ട്. ആ തോട്ടവും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടാണെന്ന് തോന്നിപ്പോവും. ഇപ്പം സൗദിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയും പൊടിക്കാറ്റും അല്ലേ ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും പച്ചപ്പുള്ള ഒരു സ്ഥലം ഉണ്ടോ എന്ന് തന്നെ നമ്മൾ കരുതിപ്പോവും. ഈ തോട്ടത്തിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വർത്തമാനവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറേ നേരം കടന്നുപോയി. അതിനിടയിൽ തോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ മട്ടൻ ഇല്ലാതെ ഒരു പെരുന്നാളുണ്ടോ? അപ്പോൾ വൈകിട്ടത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗ്രിൽഡ് മട്ടനാണ്. അപ്പോൾ മെൻ സെക്ഷൻ എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയിലോട്ട് പോയി. ഈ സമയം നമ്മുടെ ലേഡീസ് സെക്ഷൻ കുറച്ച് ഫോട്ടോഷൂട്ടിലായിരുന്നേ. നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ മെയിൻ താരം ഫാത്തിയായിരുന്നു. പക്ഷെ ഫാത്തിക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു, ഫുൾ ഓട്ടത്തിലായിരുന്നു. പിന്നെ കൂടെ നമ്മൾ ഓടി കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. ഇതിനിടയിൽ മട്ടൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മെൻ സെക്ഷൻ എത്തിയിരുന്നു. എന്നിട്ട് മട്ടനെ വൃത്തിക്ക് കഴുകി ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മട്ടൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കലായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാനിവിടെ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷെ ചെയ്തു വന്നപ്പോൾ മട്ടൻ ഗ്രില്ല് സൂപ്പറായിരുന്നു. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ മസാല നിങ്ങൾക്കും ട്രൈ ചെയ്യാവേ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ആയപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനെ ഈ മസാലയിലിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം. ഇന്നത്തെ കുക്കിംഗ് ഫുള്ള് മെൻ സെക്ഷൻ ആയിരുന്നു. നമ്മൾ ലേഡീസ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവർ ചെയ്യുന്നത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മട്ടനെ മസാല പുരട്ടാൻ തുടങ്ങി. നമ്മുടെ ഭർത്താക്കന്മാർ കുക്കിങ്ങിൽ ഇത്രയും വിദഗ്ധരാണെന്ന് നമുക്ക് ഇന്നാണ് മനസ്സിലായേ. അവർ ചെയ്യുന്നതൊക്കെ നോക്കി നിന്ന് നമ്മളും കിട്ടിയ അവസരം നന്നായിട്ട് മുതലെടുത്തു. ഇല്ലെങ്കിൽ നമുക്കല്ലായിരുന്നോ കിച്ചൺ ഡ്യൂട്ടി. അങ്ങനെ എല്ലാ മട്ടനും മസാല പുരട്ടി കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു മണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. അടുത്ത് വേറൊരു സെക്ഷൻ മട്ടൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് മട്ടൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനൽ തയ്യാറാക്കുന്നതിലായിരുന്നു എല്ലാവരും. ഈ ഒരു തീ കത്തിക്കുന്ന കുഴി നിങ്ങൾക്കറിയുമോ? നമ്മുടെ നാട്ടിലൊക്കെ കുഴിമന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ഈ കുഴിയെ ഇവിടെ തന്തൂർ അല്ലെങ്കിൽ തബൂൺ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നോ? എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. അങ്ങനെ അത് കനലാകുന്ന സമയം കൊണ്ട് നമ്മളൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല പുതിനയിലയൊക്കെ ഇട്ട് അടിപൊളി ഒരു കട്ടൻ ചായ. ഇതിന് വേണ്ടിയിട്ടുള്ള പുതിനയിലയും ഈ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മസാല പുരട്ടിയ മട്ടനും കൂടാതെ ഒരു 2 ചിക്കനും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേയിലേക്ക് വെച്ചു. ഇപ്പോൾ നമ്മുടെ കനലെല്ലാം അവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അതിലേക്ക് ഇറക്കി വെക്കണം. അങ്ങനെ എല്ലാവരും കൂടി അതിനെ ആ തബൂണിലേക്ക് ഇറക്കി വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ വിജയകരമായി മട്ടനെ തബൂണിലേക്ക് ഇറക്കി വെച്ചു. കനലിൻ്റെ ചൂട് കാരണം അവർക്കൊന്നും ആ സൈഡിൽ നിൽക്കാൻ പോലും പറ്റിയില്ല. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അലുമിനിയം ഫോയിൽ വെച്ച് ഈ തബൂണിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ചു. അലുമിനിയം ഫോയിൽ വെച്ച് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഇതിനല്ലാതെ ഒരു മൂടി ഉണ്ടായിരുന്നു, അത് വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചു. മട്ടൻ അവിടെ ഇരുന്ന് ഗ്രില്ലാകുന്ന സമയം കൊണ്ട് എല്ലാവരും കൂടെ വീണ്ടും സംസാരത്തിലും കളിയിലും ഒക്കെ ഏർപ്പെട്ടു. അങ്ങനെ സമയം കടന്നു പോയതറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ മട്ടൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ മൂടി തുറക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ തന്നെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഗ്രിൽഡ് മട്ടനും ചിക്കനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടി ചേർന്ന് ആ ട്രെയിനെ സാവധാനം പുറത്തേക്ക് എടുത്തു. ഇനി അടുത്ത് ഈറ്റിംഗ് ടൈം ആയിരുന്നു. കുറേ വീഡിയോസൊന്നും ഇതിനിടയിൽ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കഴിക്കുന്ന ധൃതിയിലായിരുന്നു. പക്ഷെ മട്ടൻ ഗ്രില്ല് ചെയ്ത് ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. പുലർച്ചെ 1:30 തിരിച്ച് വീടെത്തിയപ്പോൾ പിന്നെ അന്ന് ഡ്യൂട്ടിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് വേഗം കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വർഷത്തെ പെരുന്നാൾ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബൈ.